സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനും വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങൾക്കുമെതിരെ യുവതയുടെ പ്രതിരോധം. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർഗോഡ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിന് തുടക്കമായി. ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ചെറുവത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഭാത നടത്തത്തോടെയാണ് കാസർഗോഡ് ജില്ലയിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. CPIM ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ MLAയുമായ M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും ഊർജ്ജസ്വലതയും പ്രതികരണശേഷിയുമുള്ള വിഭാഗമായുള്ള യുവത്വത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഓരോ കാലത്തും അതാത് കാലത്ത് ഉയർന്നു വരുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐ നടത്താറുള്ളത്. അതുപോലെ തന്നെ വർത്തമാനകാലത്ത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് മദ്യത്തിനും അതുപോലെ തന്നെ ലഹരിക്കും അടിമപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് യുവതലമുറ വഴിതെറ്റിപ്പോവുകയാണ്. യുവതലമുറ വഴിതെറ്റിപ്പോകാതിരിക്കാനുള്ള ഗ്യാരണ്ടിയാണ് ഡിവൈഎഫ്ഐയുടെ ഈ ഉജ്ജ്വലമായിട്ടുള്ള സാമൂഹ്യ ഇടപെടൽ. സിനിമാ താരങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ, ഉണ്ണിരാജ് ചെറുവത്തൂർ, കായിക താരം ചന്ദ്രൻ കുടക്കാട് തുടങ്ങിയവർ ക്യാമ്പയിന്റെ ഭാഗമായി. ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം, നമ്മുടെ നാടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ ലഹരിയിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു പ്രഭാത നടത്തം കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസമൊന്നും നമുക്ക് ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു സന്ദേശം നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിയും. ജീവിതം കടൽ പോലെ കടക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. അത് ഈ ഭൂമിയും ഈ ആകാശമൊക്കെ നമ്മളതാണ്. അവിടെ ഏറ്റവും മനോഹരമായി ജീവിക്കുക, അതിന് ശക്തമായിട്ട് പടപെടുന്ന സംഘടനയാണ്. അതിൽ അഭിമാനമാണ്. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സംസാരിച്ചു. വെൽഫെയർ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ പ്രഭാത നടത്തം അവസാനിച്ചു. മാർച്ച് 10 ജില്ലയിലെ 150 കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ക്ലബ്ബ്, വായനശാല പ്രവർത്തകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളെയും പരേഡിൽ അണിനിരത്തും. പ്രാദേശികമായി വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും വിതരണക്കാരെയും നിരീക്ഷിക്കാൻ ജനകീയ സ്ക്വാഡുകൾ രൂപീകരിക്കും. വിവരശേഖരണം നടത്തി അധികൃതർക്ക് കൈമാറും. ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി കായിക മത്സരങ്ങൾ വ്യാപിപ്പിക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.